ഫാമിലി. അപ്പോൾ നമ്മുടെ ക്ലാസ് 8ലെ എല്ലാ കുഞ്ഞു മക്കൾക്കും നമ്മളുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു അടിപൊളി ടിപ്പ് ആൻഡ് ട്രിക്ക് വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും മിസ് വെൽക്കം ചെയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് സൗണ്ട് എന്നാണ് അല്ലേ. അപ്പം അതിന് നമ്മളൊരു കുട്ടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നുമല്ല, നമ്മളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ഒരു വൈബ്രേഷൻ അറിയാം അല്ലേ. നമുക്ക് ചുമ്മാ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്കൊരു എന്ത് ചെയ്യാം, സ്റ്റീലിൻ്റെ സ്പൂൺ തന്നെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി നോക്കിയാൽ നമുക്കൊരു വൈബ്രേഷൻസ് ഫീൽ ചെയ്യാം. പക്ഷെ നമുക്കിത് കാണാൻ പറ്റില്ല അല്ലേ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള അല്ലെ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ വൈബ്രേഷൻസ് ആക്ച്വലി എവിടെ നിന്നാണ് വന്നത്? ഇനി ഒന്നുകൂടെ എക്സ്പെരിമെൻ്റലി ചെയ്യുകയാണെങ്കിൽ ഇയാൾ എന്താണെന്ന് അറിയും, ഇതിനെയാണ് നമ്മൾ ട്യൂണിങ് ഫോക്ക് എന്ന് പറയാം. ഈ ട്യൂണിങ് ഫോക്കിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വെള്ളം കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം ആക്ച്വലി ഇവിടെ എല്ലാം എന്താ സംഭവിച്ചത്, നമ്മൾ ഇതിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സൗണ്ടാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലെ, ട്രാവൽ ചെയ്യും. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സൗണ്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വൈബ്രേഷൻസ് മൂലമാണ്. ഓക്കെ, അപ്പം സൗണ്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മക്കളെ, വൈബ്രേഷൻസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ സൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വേറെ എങ്ങനെയുമല്ല, നമ്മുടെ വൈബ്രേഷൻസ് ഓഫ് ഒബ്ജക്ട്സ് കാരണമാണ് കേട്ടോ. ഒബ്ജക്ട്സിൻ്റെ വൈബ്രേഷൻസ് മൂലമാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ സൗണ്ട് എന്ന് പറയുന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്ട്സ് ദാറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട് ആർ നോൺ ആസ് ദ സോഴ്സ് ഓഫ് സൗണ്ട് അല്ലെ. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരനെ നമ്മൾ എന്ത് പറയും? സോഴ്സസ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ശബ്ദ സ്രോതസ്സുകൾ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ വസ്തുക്കളുടെ കമ്പന മൂലമാണ് നമ്മളുടെ ശബ്ദമുണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ നമ്മൾ ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയും. അപ്പം വൈബ്രേഷൻ ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം മിസ് ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചുമ്മാ ഒന്ന് വായയുടെ അവിടെ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ എയറിൻ്റെ ഒരു വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിസ് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ തൊണ്ടയിൽ ഒന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് സൗണ്ട് നമ്മുടെ കൈ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൈബ്രേഷൻസ് ഫീൽ ചെയ്യും ഇല്ലേ. അപ്പോൾ മിസ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മിസ്സിന് ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ചുമ്മാ ഒന്ന് കൈ വെച്ച് നോക്കൂ. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ആരോ ഒരാൾ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല മക്കളെ, അതാണ് വോക്കൽ കോർഡ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നോക്കിക്കേ. സോഴ്സസ് ഓഫ് സൗണ്ട്, മെയിൻ പാർട്സ് വൈബ്രേറ്റിംഗ് അല്ലേ. ഏതാണ് ഈ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് ആരാണ് മെയിൻ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് അതിനെ കണക്ട് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കൂ, ആരാണ്? ലാരിങ്സ് അല്ലെങ്കിൽ സ്വനപേടകം അല്ലേ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ വോക്കൽ കോർഡ്സ് ആണ് നമ്മളെ സംസാരിപ്പിക്കുന്നത് അല്ലേ. അപ്പം അതിൽ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ ലാരിങ്സിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ആരാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ വോക്കൽ കോർഡ്സ് അല്ലെങ്കിൽ സ്വനതന്തുവാണ്. അതിൻ്റെ കൂടെ എന്തൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ത്രോട്ട് മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ലിപ്സ്, നമ്മുടെ ടങ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫ്ലൂട്ട് അല്ലെ. ഫ്ലൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഓടക്കുഴൽ. ഓടക്കുഴലിൽ എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള എയർ കോളമാണ്. ഓക്കെ, എയർ കോളം അല്ലെങ്കിൽ വായുരൂപം. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഫ്ലൂട്ട് ഊതുന്ന സമയത്ത് നമ്മുടെ എന്തൊക്കെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ ലിപ്സ്, നമ്മുടെ ത്രോട്ട്, അതുപോലെ തന്നെ എയർ അല്ലേ. ത്രോട്ട് നമുക്ക് പറയാം ഇല്ലേ, ത്രോട്ട്. ഓക്കെ മിസ് ഒന്ന് ഇവിടെ എഴുതാം. എന്തൊക്കെയാണ്? ത്രോട്ട് അല്ലേ, ത്രോട്ട് ഉണ്ട്, എയർ ഉണ്ട് അല്ലെ, ലിപ്സ് ഉണ്ട്, എല്ലാം ആവാം ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ, ചെണ്ട അല്ലെ. ചെണ്ട എന്ന് പറയുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിലെന്തുണ്ട്? ഒരു ഡയഫ്രം അല്ലെ. നമ്മളൊരു മരവും ചരടൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഡയഫ്രത്തിനെ കെട്ടിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ആരാണ്? ഡയഫ്രം ആണ്. ഓക്കെ, ഡയഫ്രം ആണ്. അപ്പോൾ ഡയഫ്രത്തിലേക്ക് നമ്മൾ കൊട്ടുന്ന സമയത്ത് എന്തൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഡയഫ്രത്തിനെ കൊട്ടുമ്പോൾ അതിന് ചുറ്റുമുള്ള ആ ഒരു ഫ്രെയിം അല്ലെ, വുഡൻ ഫ്രെയിം. നമുക്കറിയാം ചെണ്ട എന്ന് പറയുന്നത് വുഡ് കൊണ്ടുണ്ടാക്കിയതാണ് അല്ലെ. വുഡിൽ കൂടെ ചരടുകൾ കെട്ടിയിട്ടാണ് നമ്മുടെ ചെണ്ട ഇരിക്കുന്നത്. സോ അവിടെ അതിൻ്റെ കൂടെ എന്താ വൈബ്രേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നമ്മുടെ വുഡൻ ഫ്രെയിം. ഓക്കെ, വുഡൻ ഫ്രെയിം, അതുപോലെ തന്നെ റോപ്പ് അല്ലെ. അവിടെയുള്ള ആ റോപ്പും എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് നോക്കിക്കേ, വയലിൻ അല്ലെ. വയലിൻ വായിക്കുന്ന സമയത്ത് അവിടെ
വൈബ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ കമ്പികളാണ്. കമ്പികൾ അല്ലെങ്കിൽ നമ്മൾ എന്തു പറയും? സ്ട്രിങ് എന്ന് പറയും അല്ലേ? സ്ട്രിങ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ കൂടെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ എയർ അല്ലേ? എയർ ആണ്. അതിന് ചുറ്റുമുള്ള എയറും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സോഴ്സസ് ഓഫ് സൗണ്ടിലും നിങ്ങൾ ആലോചിച്ച് നോക്കും, ഓരോ സോഴ്സസ് ഓഫ് സൗണ്ടിലും വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്സ് ഡിഫറെൻ്റ് ആണ്. അതിന് ചുറ്റിപ്പറ്റി ബാക്കിയുള്ള അല്ലെ കണക്റ്റഡ് വൈബ്രേറ്റിംഗ് പാർട്സും ഉണ്ട്. അപ്പം എല്ലാ സൗണ്ടുകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വൈബ്രേഷൻസ് വഴിയാണ്, കമ്പനങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ നമ്മൾ റിസോഴ്സസ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ശബ്ദ സ്രോതസ്സുകൾ എന്നാണ് പറയുക. അപ്പം ഇത്രയും ഉള്ളൂ നമ്മുടെ സൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള കുട്ടി വീഡിയോസ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും പഠിക്കട്ടെ. ചെറിയ ചെറിയ വീഡിയോസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്തത് ഏത് ടോപ്പിക്കാണ് ഇതുപോലെയുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വേണ്ടത് എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.